ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിച്ചിരുന്ന് വീണ്ടും കർത്താവിൻ്റെ വചനം വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മുടെ ആയുസ്സിൽ നൽകുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലെ ചില ചിന്തകളാണ്. നാം ഓർത്തതുപോലെ ഈ ലേഖനത്തിൽ അനേക പദങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ വ്യക്തിപരമായ വായനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മനസ്സിൽ പ്രകാശിപ്പിച്ച് നൽകുന്ന സത്യങ്ങൾക്കനുസരിച്ച് നമുക്ക് വചനം പഠിക്കാനായിട്ട് സാധിക്കുമല്ലോ. ആ രീതിയിൽ ഞാൻ വായിക്കാനും മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പദപ്രയോഗമാണ് അത്. നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്നതും അനുദിനം നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു പദമാണ്, ഒരു സത്യമാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് പത്രോസ് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം അതുകൂടെയാണ് ഈ ആ പദത്തിലേക്ക് എൻ്റെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. സത്യകൃപ എന്നാണ് നാം അവിടെ കാണുന്നത്. സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇന്നത്തോടുകൂടെ ഈ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് അതിനോടനുബന്ധിച്ച ചിന്തകൾ നമുക്ക് വിടാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിൽ ആവർത്തിച്ചു വന്ന ഒരു ക്രിയാപദവും അതുപോലെ തന്നെ മറ്റ് പാർട്ടിസിപ്പിൾസായിട്ട് ക്രിയാപദത്തോട് ചേർന്നുള്ള ആ ക്രിയാപദങ്ങൾ തന്നെ അത് ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ ചേർന്ന് പോകുന്നതായതുകൊണ്ട് 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ മറ്റൊരു ലക്ഷണമായിട്ട് അത് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അത് മറ്റൊന്നുമല്ല, സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അല്ലെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ജീവിക്കുന്നവർ ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തു. ആ പ്രധാന സത്യത്തിൽ നിന്നുകൊണ്ട് 1-ാമത്തെ ഒരു പാഠം ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നു. 13-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്ന ക്രിയാപദമാണ് അതിന് നമ്മെ സഹായിച്ചത്. നാം അവിടെ ഇങ്ങനെയാണത് വായിച്ചത്: ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അപ്പോൾ ആ വാക്യത്തിൽ അനേക ക്രിയാപദങ്ങളുണ്ടെങ്കിലും മെയിൻ വെർബ് എന്ന് പറയുന്നത് പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക എന്നുള്ളതാണ്. അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്, പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. അപ്പോൾ അതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന സത്യം എന്ന് പറയുന്നത് ശുദ്ധിയുള്ള ജീവിതം നയിക്കാനായിട്ട് കർത്താവിൻ്റെ വരവിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പത്രോസിൻ്റെ ശൈലി എടുത്താൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കണം എന്ന്. അതെങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ദുഷ്ടലോകത്ത് നാം ജീവിക്കുമ്പോൾ എങ്ങനെ സാധിക്കും? 5 പ്രമാണങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ സമയപരിധിക്കുള്ളിൽ നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നു. ഒന്ന്, പത്രോസ് അവിടെ പറയുകയാണ് 13-ാം വാക്യത്തിൽ തന്നെ, മനസ്സ് ഉറപ്പിക്കണം. മനസ്സ് ഇളകിപ്പോകാൻ, ലൂസായി പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ അര കെട്ടണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറയാൻ വിട്ടുപോയൊരു ആശയം കൂടെ ഒന്ന് സൂചിപ്പിച്ച് ഒന്നൊരു വയസ്സിൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. പത്രോസിനെ അര കെട്ടി നല്ല ശീലമുണ്ട്. കർത്താവ് തന്നെ അവനോട് പറഞ്ഞത് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ യജമാനൻ തോർത്തെടുത്ത് അരയിൽ ചുറ്റി തന്നെ ശുശ്രൂഷിച്ചത് പത്രോസിന് അനുഭവമുണ്ട്. താരതമ്യം പത്രോസ് ഇവിടെ മനസ്സിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുകയാണ്. നമ്മുടെ മനസ്സ് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളാൽ, ജഡത്തിൻ്റെ മോഹങ്ങളാൽ ഇളകിപ്പോകാനായിട്ട്, പിശാചിൻ്റെ തന്ത്രങ്ങളാൽ ലൂസായി പോകാൻ സാധ്യത. അതുകൊണ്ട് മനസ്സുറപ്പിക്കുന്ന തരത്തിൽ നാം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശുദ്ധിയുള്ളവരാകാനും സാധിക്കുമെന്ന് നാം കഴിഞ്ഞ ആഴ്ച ഓർത്തതാണ്. മറ്റൊരു കാര്യം നാം ആ വാക്യത്തിൽ തന്നെ
ചിന്തിച്ചത് സുബോധമുള്ളവരാകുന്നതിലൂടെ നമുക്കത് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല സ്വയത്തെ മരിപ്പിക്കണം. ശൗലിൻ്റെ അനുഭവം ദൃഷ്ടാന്തമായി എടുത്ത് അത് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല നമ്മുടെ നടപ്പ് സൂക്ഷിക്കണം. പഴയ നടപ്പിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ നടപ്പ് സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. ഒടുവിലായിട്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതിലൂടെയും നമുക്കത് സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ വേദഭാഗത്തിലൂടെ 13 മുതൽ അതിൻ്റെ 16, 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ആദ്യമായിട്ട് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. മുതലായ കഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമുള്ളത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. താങ്ക് യു. ഇവിടെ നമുക്ക് വളരെ പരിചയമുള്ള നമ്മൾ ആരാധനാ യോഗങ്ങളിൽ വായിക്കുകയും സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള വാക്യങ്ങളിൽ ചിലതാണ് നാം ഇപ്പോൾ വായിച്ച് കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആ 19-ാം വാക്യത്തിൽ കാണുന്ന ആ പ്രത്യേക പ്രയോഗമാണ് അടുത്ത സത്യം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം അറിയുന്നതിലൂടെ. നമുക്കറിയാം ആ 19-ാം വാക്യം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പോൾ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ അത് നമുക്ക് യെശയ്യാ പ്രവചനത്തിൻ്റെ അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ ആ പ്രസ്താവനയെ കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്കൊന്ന് ഒരു കുറിപ്പായിട്ട് എഴുതാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ ആ അധ്വാനത്തിൻ്റെ, ആ പ്രയത്നത്തിൻ്റെ ആ മഹത്വം, ആ ശ്രേഷ്ഠത, അത് ഞാനും നിങ്ങളും അറിയുന്നത് ശുദ്ധിയുള്ള ജീവിതത്തിന് നമ്മെ സഹായിക്കുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം നമുക്കറിയാം. നാം ഇവിടെ ആയിരിക്കുന്നത്, നാം ഇന്ന് പാടിയ പാട്ട് എന്തു ഭാഗ്യം, എന്തു മോദം എന്നുള്ളത്തിൽ എന്നൊക്കെ പാടാനായിട്ട് നമുക്ക് സാധിച്ചത് അതിന് പിന്നിൽ ഒരു വലിയ അധ്വാനം, ഒരു വലിയ പ്രയത്നം നമ്മുടെ കർത്താവ് കഴിക്കാനായിട്ട് ഇടയായതുകൊണ്ടാണ്. നമ്മളൊന്നും ചെയ്തില്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ കർത്താവ് എല്ലാം ചെയ്തു, അവനെല്ലാം ഭംഗിയായി ചെയ്തു. ആ പ്രയത്നത്തിൻ്റെ മഹത്വം ഓരോ ദിവസവും നാം നമ്മുടെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ആ തുടങ്ങുന്ന നിമിഷത്തിൽ തന്നെ, നാം ഉണരുന്ന നിമിഷത്തിൽ തന്നെ ആ കർത്താവിൻ്റെ ആ പ്രയത്നത്തിൻ്റെ മഹത്വം കണ്ട് നമുക്ക് ജീവിതം തുടങ്ങാനായിട്ട്, ഓരോ ദിവസവും ആരംഭിക്കുവാനായിട്ട് സാധിച്ചാൽ നാം പിന്നെയും നമ്മെ എന്തിൽ നിന്നാണോ വലിയ പ്രയത്നം കഴിച്ച് കർത്താവ് രക്ഷിച്ചത്, അല്ലെങ്കിൽ ഈ ഇത്ര ഭാഗ്യകരമായ അവസ്ഥയിൽ കൊണ്ടുവന്നത്, ആ പഴയ അവസ്ഥയിലേക്ക് പിന്നെ പോകാനായിട്ട് നമുക്ക് തോന്നുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം നാം ഓർക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അത് അറിയുന്നതിലൂടെ നമുക്ക് ശുദ്ധരായി ജീവിക്കാൻ ഈ പാരിൽ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ ആ മഹത്വത്തെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ, വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടെടുത്തിരിക്കുന്നത്, അപ്പോൾ വീണ്ടെടുപ്പ് എന്നുള്ള ആ വലിയ വിലയേറിയ സത്യമാണ് കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം
നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വിഷയം അതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമെങ്കിലും പ്രായോഗികതയിൽ ഊന്നിക്കൊണ്ട് അങ്ങനെയുള്ള ആ വശത്തിലേക്ക് പോകാതെ ഇവിടെ നിന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്ന ചില ആശയങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എങ്ങനെ ശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കും? 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് മുഴച്ചു നിൽക്കുന്ന സത്യം അതാണ്. ഒന്നാമത്തെ സത്യം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതേ, കർത്താവിൻ്റെ വരവിൻ്റെ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സാധിക്കും. രണ്ടാമത്തെ സത്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം അറിയുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും അത് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ ചില സത്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് പ്രയത്നത്തിൻ്റെ ആവശ്യകത എന്നുള്ളതാണ്. പ്രയത്നത്തിൻ്റെ ആവശ്യകത നോട്ടിൽ ഒരു പക്ഷേ രണ്ടാമത്തേതായിട്ടായിരിക്കാം കാണുന്നത്. പ്രയത്നത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ് ഈ ഇത്രമാത്രം പ്രയത്നം കർത്താവിനെ നടത്തേണ്ടതായിട്ട് വന്നത്? നാം തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ വിശാലമായിട്ട് പോകേണ്ടതായിട്ടില്ല. ഈ ഭാഗത്തു നിന്ന് തന്നെ ഇതിൻ്റെ ആവശ്യകത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം കഴിഞ്ഞ ആഴ്ച ഓർത്തതാണ്. അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ. അപ്പോൾ ഈ പ്രയത്നത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന ഈ വെളിപ്പാടുകളെ ഒന്നും ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കുവാനും ദൈവവുമായി ബന്ധപ്പെടുവാനും കഴിവില്ലാത്തവരായിരുന്നു എന്നുള്ളത് ഈ 14 നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം നാം അവിടെ വായിക്കുന്നത് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അപ്പോൾ രണ്ടാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ചുള്ള നടപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അങ്ങനെ നടക്കുന്ന നമുക്ക് ദൈവവുമായി ബന്ധപ്പെടുവാനായിട്ട് നമ്മുടേതായ പ്രയത്നങ്ങളാൽ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രയത്നം ആവശ്യമായിട്ട് വരാൻ ഇടയായിട്ട് തീരുന്നത്. മറ്റൊരു പ്രയോഗം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം വായിച്ച 19-ാമത്തെ വാക്യത്തിൽ വ്യർത്ഥമായ പ്രയോജനമില്ലാത്ത ഒരു നടപ്പാണ് പാപത്തിലുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന നമ്മുടെ നടപ്പ് എന്ന് പറയുന്നത്. ആ നടപ്പിൽ നിന്ന് നമുക്ക് ഒരു മോചനം ലഭിക്കാനായിട്ട്, അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട്, അതിൻ്റെ അടിമനുഖത്തിൽ നിന്ന് ഒരു മോചനം നമ്മുടെ സ്വന്തം പ്രവൃത്തിയാൽ സാധിക്കുമായിരുന്നില്ല. എന്നാൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമെന്നുള്ള ആ വചനത്തിൻ്റെ നിവൃത്തി എന്നോളമാണ് ആ വലിയ പ്രയത്നത്തിൻ്റെ ആവശ്യകത വരുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം നാം അവിടെ കാണുന്നത് വ്യർത്ഥവും 19-ാം വാക്യത്തിൽ പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ. അപ്പോൾ പാരമ്പര്യമനുസരിച്ചുള്ള ഒരു നടപ്പ്, ഇങ്ങനെയുള്ള നടപ്പുകൾക്കൊന്നും ദൈവവുമായി ബന്ധപ്പെടുവാൻ മനുഷ്യന് സാധിക്കാതിരുന്നതാണ് കർത്താവിൻ്റെ ഇത്ര വലിയ പ്രയത്നത്തിൻ്റെ ആവശ്യകത ഉളവാക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രയത്നത്തിൻ്റെ ആവശ്യകത ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് നൽകുമ്പോൾ, ഈ സത്യം നാം അറിയുമ്പോൾ കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് അനുദിന ജീവിതത്തിൽ ഒരു കാലത്തും ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിവില്ലാതിരുന്ന എനിക്ക് അവൻ ഈ കാര്യം ചെയ്തു എന്നുള്ള അറിവ്, അത് കർത്താവിനോട് ശുദ്ധിയുള്ള കർത്താവിനെ ശുദ്ധരായി ജീവിക്കാനായിട്ട്, കർത്താവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുമെന്നാണ് ഞാനിവിടെ നിന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രയത്നത്തിൻ്റെ പദ്ധതിയാണ്. പ്രയത്നത്തിൻ്റെ പദ്ധതി നോട്ടിലൊരു പക്ഷേ ഒന്നാമത്തേതായിരിക്കും. പ്രയത്നത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് 20-ാം വാക്യമാണ്. 1 പത്രോസ് 1:20. ആ 20-ൽ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും. അപ്പോൾ ഈ പ്രയത്നം
ദൈവം ആസൂത്രണം ചെയ്തത്, അതാണ് ഈ പദ്ധതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ എന്നുള്ളതാണ്. പൗലോസും ഇതിന് സമാനമായിട്ടുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ പ്രയത്നത്തിൻ്റെ പദ്ധതിയായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുൻപേ നാം നേരത്തെ ചിന്തിച്ചതുപോലെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന അനുസരണക്കേടിൻ്റെ മക്കളായ, വ്യർത്ഥമായ പ്രയോജനമില്ലാതെ നടക്കുന്ന, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന് അടിമകളായിരുന്ന നമുക്ക്, പാപത്തിന് അടിമകളായിരുന്ന നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം കർത്താവുമായി ബന്ധപ്പെടുത്തുവാനായിട്ട് ഈ പദ്ധതി ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന്. ഈ അറിവ് കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. 2007 ഞാനിവിടെ ആരാധനയ്ക്കൊരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അന്ന് ഉള്ള പലരും ഇല്ല, അന്നില്ലാത്ത പലരും ഇന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ഈ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ കൊലോസ് ലേഖനത്തിൽ ഒരു ചെറിയ ആലോചന, ഒരു ആരാധന ചിന്ത പറഞ്ഞ ഒരു ഉദാഹരണം ഇതിനോടുള്ള ബന്ധത്തിൽ ഇത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് വായിച്ചിട്ടുള്ളതുപോലെ ഗാനോൽപ്പത്തി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ജിജോ അങ്കമാലി എന്ന് പറയുന്ന കർത്തൃദാസൻ ഒരു ഗാനത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. ആ എഴുതിയിരിക്കുന്നത് വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ വീണ്ടെടുപ്പിൻ്റെ ഈ പദ്ധതിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഈ പ്രയത്നത്തിൻ്റെ ഈ പദ്ധതിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാവുന്നതാണ്. അത് നമ്മെ കുറേ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മഹാകവി KV സൈമൺ സാറിൻ്റെ മരണക്കിടക്കരികിൽ കുന്നുംപുറത്ത് തറവാട്ടിൽ തന്നെ ശുശ്രൂഷിക്കാനും ധൈര്യപ്പെടുത്താനുമായിട്ട് ക്രൈസ്തവ കൈരളിയിൽ 3 മഹാരഥന്മാർ ഒത്തുകൂടി. തൻ്റെ വരികളാണ് അത് ആ 3 പേര് Y. എഹസ്കേൽ സാറും TK ശമുവേൽ സാറും ME ചെറിയാൻ സാറുമായിരുന്നു. വേദവിഷയങ്ങളായിരുന്നു അവരുടെ സംഭാഷണത്തിൽ. അന്നേരം അങ്ങനെ അവർ സംഭാഷിച്ചിരിക്കുമ്പോൾ അവരുടെ സംഭാഷണത്തിൽ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെക്കുറിച്ച് കടന്നു വരാനിടയായിട്ട് തീർന്നു. ശരീരസ്തംഭനം മൂലം ശയ്യാവലംബനായി കിടന്നിരുന്ന സൈമൺ സാറിന് സംസാരിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ കർത്തൃദാസന്മാർ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ ഈ 3 ഒരാൾ ആരാണെന്നതിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഒരാൾ പറഞ്ഞു, നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മെ സ്നേഹിച്ചു. അപ്പോൾ ശരീരസ്തംഭനം മൂലം കിടക്കുന്ന സൈമൺ സാർ ആംഗ്യഭാഷയിൽ ആ ആംഗ്യത്തിൻ്റെ അർത്ഥം ആ 3 മനസ്സിലായി, അതിനു മുൻപേ എന്നുള്ളതാണ്. അപ്പോൾ നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ സൈമൺ സാർ അതിനു മുൻപേ എന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ ആംഗ്യം കാണിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഒരു കർത്തൃദാസൻ മറ്റൊരാൾ പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദൈവം നമ്മെ സ്നേഹിച്ചു. അപ്പോഴും സൈമൺ സാർ അതിനു മുൻപേ എന്നുള്ള രീതിയിൽ ചലിച്ചു. വീണ്ടും മറ്റൊരു കർത്തൃദാസൻ പറഞ്ഞു, മൂന്നാമത് ഒരു കർത്തൃദാസൻ പറഞ്ഞു, യുഗങ്ങൾക്ക് മുൻപേ സ്നേഹിച്ചു. അപ്പോഴും സാർ അതിനു മുൻപേ എന്നുള്ള രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ദൈവസ്നേഹത്തെക്കുറിച്ച് ഈ 3 മഹാരഥന്മാരായ കർത്തൃദാസന്മാർ പറയുന്നത്, അതിനു മുൻപേ എന്നുള്ള ആ ആശയത്തിലുള്ള കാര്യം ആംഗ്യമാണ് സൈമൺ സാറിൽ നിന്ന് അവർക്ക് കാണാനായിട്ടിടയായിട്ട്. ഇത് ചെറിയാൻ സാറിൻ്റെ ഹൃദയത്തെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതിനെ തുടർന്ന് താൻ എഴുതിയ ഒരു മനോഹരമായ ദൈവസ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഗാനമാണ് മഹാത്ഭുതമേ കാൽവറിയിൽ കാണുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ ആ പാട്ടിൽ താൻ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്, ആദിയുഗങ്ങൾ തുടസമായതിന് മുൻപേ എന്നുള്ളത്. ആദിപര ഞങ്ങൾ ഓർത്ത നിന്നൻപേ എന്ന് നാം കാണുന്നു. അപ്പോൾ അതിനു മുൻപേ ജനിക്കുന്നതിന് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ, യുഗങ്ങൾക്ക് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ, ആദിയുഗങ്ങൾ തുടസമായതിനു മുൻപേ ഈ എളിയവരും ദരിദ്രരുമായ നമ്മൾ ദൈവത്തിൻ്റെ ഇത്ര ശ്രേഷ്ഠ പദ്ധതിയിൽ, ദൈവപുത്രൻ്റെ ഈ പ്രയത്നത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് കർത്താവിൻ്റെ മഹത്വപ്പെടുത്തുവാൻ, അവനോട് കുറേ കൂടെ ഭക്തിയും സ്നേഹവും വളർത്തി അവന് യോജിക്കുന്ന രീതിയിലുള്ള ശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. മാത്രമല്ല ചെറിയാൻ സാർ ഇതിനെക്കുറിച്ച്
പല രീതികളിലാണ് എഴുതിയിരിക്കുന്നത്. കൃപയാലെ ദൈവം ക്രിസ്തുവിൽ എന്നെ കണ്ടു യുഗങ്ങൾക്ക് മുന്നേ എന്നുള്ളതാണ്. മറ്റൊരു ഗാനത്തിൽ താൻ എഴുതിയത് ഉലകസ്ഥാപനം മുമ്പേ ഉളവായ ഒരു അൻപാലെന്ന്. ആ രീതിയിൽ അനേക കവികൾ എഴുതിയിട്ടുണ്ട്. ഇന്നും നാം ചാൾസ് ജോൺ എഴുതിയ ആ ഗാനത്തിലും ആ പല്ലവികളൊക്കെ പാടാനായിട്ട്, ഇരടികളൊക്കെ ചൊല്ലാനായിട്ട്, പാടാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതെ, ഈ പ്രയത്നത്തിൻ്റെ പദ്ധതി അത്ര വലിയതാണ്. അത് നാം ചിന്തിക്കും തോറും അത് നമുക്ക് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ നമ്മുടെ ഈ പരിമിതമായ അറിവിൽ അസാധ്യമാണ് എന്നുള്ളത് ഞാൻ ഇത്തരണത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: പ്രയത്നത്തിൻ്റെ ആവശ്യകതയും പ്രയത്നത്തിൻ്റെ പദ്ധതിയും. മൂന്നാമതായിട്ട് ഈ പ്രയത്നത്തിൻ്റെ വലിപ്പം നോട്ടിൽ 5-ാമതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രയത്നത്തിൻ്റെ വലിപ്പം എന്നുള്ളതാണ്. ഈ പ്രയത്നത്തിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ ഒരു കർത്തൃദാസൻ എഴുതിയിട്ടുള്ള കമൻസാണ് അതിനെന്നെ സഹായിച്ചത്. അത് മറ്റൊന്നുമല്ല, ഈ പ്രയത്നത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാനായിട്ട് നാം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നുള്ളതാണ്. അതിന് അദ്ദേഹം കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ഒരുമിച്ച് കണക്ക് കൂട്ടിയാലും നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില അതിലും കൂടുതലായിരിക്കും. അപ്പോൾ ഈ പ്രയത്നത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്നെ സഹായിച്ചു. ഈ സ്വർഗത്തിലും ഭൂമിയിലുള്ള അതെല്ലാം ഒരുമിച്ച് കണക്ക് കൂട്ടി നോക്കാൻ സാധിക്കുമോ? ഒരു നാളും സാധിക്കുകയില്ല. അങ്ങനെ കണക്ക് കൂട്ടി നോക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അതിൽ കൂടുതൽ വിലയാണ് എന്നെയും നിങ്ങളെയും രക്ഷിക്കാനായിട്ട് നമ്മുടെ അരുമനാഥൻ ചൊരിഞ്ഞ രക്തത്തിനുള്ളത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് കർത്താവ് താൻ തന്നെ മൊഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ കർത്തൃദാസൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രയത്നത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒരുമിച്ച് കണക്ക് കൂട്ടിയാലും നമ്മുടെ അരുമനാഥൻ നമുക്കായി ചൊരിഞ്ഞ രക്തത്തിൻ്റെ വില അതിലും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, മാനവ ചരിത്രത്തിലെ സകല മനുഷ്യരുടെയും ആത്മാക്കളുടെ വില അതിലും കൂടുതലായിരിക്കും. മാനവ ചരിത്രത്തിലെ സകല മനുഷ്യരുടെയും ആത്മാക്കളുടെ വില കണക്ക് കൂട്ടാൻ സാധിക്കുമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം അതിനേക്കാൾ വിലയുള്ളതായിരിക്കും. ഒരേ ആശയം തന്നെ താനത് പല നിലകളിൽ വർണ്ണിച്ചു എന്ന് മാത്രമേ. ഞാനത് വായിച്ചപ്പോൾ കുറേ കൂടെ ഇത് മനസ്സിലാക്കാൻ സഹായിച്ചതുകൊണ്ട് കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ ആ രക്തം ചൊരിഞ്ഞത്, ആ പ്രയത്നത്തിൻ്റെ വലിപ്പം അത് കണക്ക് കൂട്ടുവാൻ അസാധ്യമാണ്. അതത്ര മഹത്തരമാണ്, വിലയേറിയതാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് ഇവിടെ ആ വിലയേറിയ എന്നുള്ള പദവും ഇതിനോടുള്ള ബന്ധത്തിൽ ചേർത്ത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പ്രയത്നത്തിൻ്റെ വലിപ്പം അതും നാം മനസ്സിലാക്കുമ്പോൾ, അതും നാം അറിയുമ്പോൾ കർത്താവിനോട് ശുദ്ധിരായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നാലാമതായിട്ട് പ്രയത്നത്തിൻ്റെ വില എന്നുള്ളതാണ്. പ്രയത്നത്തിൻ്റെ വില അവിടെ നാം നേരത്തെ വായിച്ചു. വിലയേറിയ രക്തം ആണ് ഈ പ്രയത്നത്തിനായിട്ട് താൻ കൊടുക്കുവാനായിട്ട്, തൻ്റെ സ്വന്തം നിണമാണ് അതിനായിട്ട് ചൊരിയുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നാം ഈ വീണ്ടെടുത്തു എന്നുള്ള പ്രയോഗങ്ങൾ തിരുവഴുത്തിലൂടെ, ഈ പ്രത്യേകിച്ച് ലേഖനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, ദുഷ്ടൻ്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കാൻ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് വീണ്ടെടുക്കാൻ, ഇതൊക്കെ നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ ഭയാനകമായ ചിത്രമാണ് വെളിപ്പെടുത്തുന്നത്. അതിക്രമങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ, ഞാനൊന്നുകൂടെ പറയുന്നു, ദുഷ്ടലോകത്തിൽ നിന്ന്, ദുഷ്ടൻ്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കാൻ, ന്യായപ്രമാണത്തിൻ്റെ ശാപം, നിത്യമായ നരകം, അതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ, മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ, അതിക്രമങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ, മനുഷ്യൻ വിലയുള്ളതായി കാണുന്ന വസ്തുക്കളാണ് പൊന്ന്, വെള്ളി. ഇന്നും ഈ കാലഘട്ടത്തിൽ, ഇത് എഴുതിയ 1-ാം നൂറ്റാണ്ടിൽ നിന്ന് മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യൻ വിലയുള്ളതായി കാണുന്ന വസ്തുക്കളാണ് പൊന്ന് എന്നുള്ളത്. എന്നാൽ
ഇത്ര വലിയ അപകടത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് അതിൻ്റെ വിലകൾക്കൊന്നും സാധിക്കാതിരുന്നപ്പോൾ നമ്മുടെ അരുമനാഥൻ്റെ വിലയേറിയ രക്തം അതിനെ മതിയായതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അഞ്ചാമതായി ഒടുവിലായിട്ട് പ്രയത്നത്തിൻ്റെ ഫലമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കും. ഈ പ്രയത്നത്തിൻ്റെ ഫലം. അപ്പോൾ ഈ പ്രയത്നത്തിൻ്റെ ഫലം നാം അറിയുമ്പോൾ കർത്താവിനോട് ശുദ്ധിയുള്ള ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഫലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 21-ാം വാക്യത്തിലാണ്. നമുക്കതൊന്ന് വായിക്കാം. 21-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവൻ തേജസ്സ് കൊടുത്തു വയ്ക്കുക. ഫലം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 18-ഉം 19-ഉം വാക്യത്തിൽ നമ്മുടെ കർത്താവ് വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ചിന്തി. എന്നാൽ അത് 20-ാം വാക്യത്തിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, ലോകസ്ഥാപനത്തിന് മുൻപുള്ള പദ്ധതിയായിരുന്നു. അതിന് ശേഷം പറയുകയാണ്, അവൻ ആ രക്തം ചിന്തിയെങ്കിലും അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ദൈവം അവന് തേജസ് കൊടുത്തു. എന്തിനാ ഈ വലിയ പ്രയത്നം അവൻ കഴിച്ചത്? അതും നമുക്ക് വേണ്ടിയാണ്. ഈ രക്തം ചിന്തിയത് നമുക്ക് വേണ്ടിയാണ്. മാത്രമല്ല ഈ വലിയ വില അവൻ കൊടുത്തത് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന്, അനുദിന ജീവിതത്തിൽ അവനിൽ ശരണപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാനായിട്ടാണ് കർത്താവ് ഇത്ര വലിയ പ്രയത്നം കഴിക്കാനിടയായിട്ട് തീർന്നത്. കേവലം രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ വലിയൊരു പദ്ധതി കർത്താവിനുണ്ടായിരുന്നു എന്ന് 21-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് അത്? ആ വലിയ ഉദ്ദേശമെന്ന് പറയുന്നത്, നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ ആരൊക്കെയാണോ ഈ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് വരുന്നത്, അവരുടെ വിശ്വാസവും പ്രത്യാശയും അവർ അനുദിന ജീവിതത്തിൽ ഈ അരുമനാഥൻ്റെ കാൽച്ചുവട് പിന്തുടരണം. ഞാൻ എല്ലാ ദിവസവും ആദ്യമായും ഒഴിയുന്ന ആ പ്രസ്താവന നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതാണ്, അനുദിനം ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുക, ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുക. ഞാൻ ക്രൂശിലാണ്, അതുകൊണ്ട് ഈ ലോകത്തിന് ഞാൻ മരിച്ചവനാണ്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് ഞാൻ മരിച്ചിരിക്കുകയാണ്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് പ്രതികരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ആ രീതിയിലുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ടാണ് കർത്താവ് ഇത്ര വലിയ പ്രയത്നം കാഴ്ചവെക്കാൻ. പലപ്പോഴും നമ്മളെ രക്ഷിച്ചു, വീണ്ടെടുത്തു, സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ കർത്താവ് നമ്മെ ഇത്ര വലിയ അധ്വാനം കഴിച്ച്, ആ പ്രയത്നം കഴിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം, അത് ക്രൈസ്തവ സഭ വിസ്മരിച്ചു പോയതാണ്. നമ്മുടെയൊക്കെ വളർച്ചയുടെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ അരിഷ്ടകരമായ ജീവിതം രക്ഷിക്കപ്പെട്ടിട്ട് അനേക വർഷങ്ങൾ പിന്നിട്ടിട്ടും പാപത്തിൽ വീണുകൊണ്ട് ആ ഒരു അരിഷ്ടകരമായ ക്രിസ്തീയ ജീവിതം കഴിക്കാൻ കാരണം ഇതാണ് എന്നുള്ളത്. എന്നാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും അവനിൽ വെച്ച് അതിനാണ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവൻ തേജസ് കൊടുക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഞാൻ ഈ 5 കാര്യങ്ങളാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നിന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. നമുക്കറിയാം, ഇതിൽ കൂടുതലൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ വളരെ വിസ്താരമായി പോകുമ്പോൾ ഉണ്ടാകുന്ന മുഷിപ്പ് ഒഴിവാക്കാനും കൂടിയാണ് ഇങ്ങനെയുള്ള ലിമിറ്റഡായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം നാം അറിയുന്നതിലൂടെ കർത്താവിനോട് ശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അതിനാധാരമായിട്ട് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഒത്തുസ്നേഹിക്കും. കെടുന്ന വിധത്താലല്ല, കെടാത്തതല്ല, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകലമിടവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂവ് തീർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. താങ്ക് യു.
ഈ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇതും ശുദ്ധിയുള്ള ജീവിതത്തിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പത്രോസ് അവിടെ പറയുന്നത്. എന്നാൽ അതിൽ മുഴച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്രിയാപദം, അതിനെ ചേർന്നുള്ള വിശേഷണങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ പദപ്രയോഗങ്ങളിൽ നിന്ന് മറ്റൊരു സത്യം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കർത്താവിനുള്ളതിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും ശുദ്ധിയുള്ള ജീവിതം നയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ നാം വായിച്ചത് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കും. അപ്പോൾ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ കുറിച്ച് 5 പാഠങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ ഇത് സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ നാം സ്നേഹിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇതും ഒരു വലിയ വിഷയമാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അതുപോലെ തന്നെ നമ്മളൊക്കെ പ്രസംഗിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഇതൊരു വിശാലമാണ്. പക്ഷേ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് 5 പാഠങ്ങൾ എങ്ങനെ നമുക്ക് ഈ കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അതിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിച്ചു, അന്യോന്യം ഉറ്റു സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു വിശേഷണമായിട്ട് കൊടുത്തിരിക്കുന്നത് ഹൃദയപൂർവം എന്നുള്ള ഒരു പദമാണ്. ഹൃദയപൂർവം എന്ന് വെച്ചാൽ മനഃപൂർവ്വമായി എന്നുള്ളത്, മനഃപൂർവ്വമായി. അപ്പോൾ കർത്താവിൻ്റെ ജനത്തെ അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളെ നാം സ്നേഹിക്കേണ്ടത് ഹൃദയപൂർവ്വമായിരിക്കണം എന്നുള്ളതാണ്. ഹൃദയപൂർവ്വമായിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ആ പ്രയത്നത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ആ ഫലം അനുദിന ജീവിതത്തിൽ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിച്ച് അവൻ്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്നവരുടെ ഉൾത്തടത്തിൽ നിന്ന് മാത്രമേ ഇങ്ങനെ ഉറ്റു സ്നേഹിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിലും സ്നേഹിക്കാൻ സാധിക്കും. ഈ ലോകത്തിലുള്ള ആളുകൾ, നമുക്കറിയാം, ഈ വയനാട്ടിലെ പ്രശ്നമുണ്ടായപ്പോൾ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഈ പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനുഷ്യ സഹജീവികളോടുള്ള സ്നേഹമാണ്. എന്നാൽ നമ്മിൽ നിന്ന് നമ്മുടെ അരുമനാഥൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്നേഹമല്ല, മറിച്ച് അത് കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ, കർത്താവിൻ്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുമ്പോൾ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അവൻ്റെ സ്നേഹം നിർബന്ധിക്കും. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ ആ സ്നേഹം ഹൃദയപൂർവ്വമുള്ളതായിരിക്കും, മനഃപൂർവ്വമുള്ളതായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ സ്വന്തം ശക്തി കൊണ്ട്, ചിലരുടെ ജന്മസിദ്ധമായ ചില കഴിവുകളുണ്ട്, അതവർക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനൊക്കെ നല്ല വാസനയുള്ളവരുണ്ട്. അങ്ങനെയുള്ള കാര്യമല്ല കർത്താവ് വിലയേറിയതായിട്ട് കണക്കാക്കുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്നതിൻ്റെ ഫലമായി ഉളവാകുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹൃദയപൂർവ്വം സ്നേഹിക്കും എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം അതിന് നമ്മെ സഹായിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഈ സ്നേഹം നിത്യസ്നേഹമാണ്. അപ്പോൾ നിത്യതയിലുണ്ടായ ഈ സ്നേഹം നമുക്കറിയാം. ആ റോമർ 5-ൽ നാം വായിക്കുന്നത് ആ ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഈ സ്നേഹം യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് സ്നേഹം പ്രത്യക്ഷമായി. അപ്പോൾ ക്രൂശിൽ പ്രത്യക്ഷമായ ഈ സ്നേഹം കാലാകാലങ്ങളിൽ നാം അവനിൽ ശരണപ്പെട്ടപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നു നൽകാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് നമുക്ക് ഹൃദയപൂർവ്വം സ്നേഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിലൂടെ ശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ സാധിക്കും. ആ സ്നേഹം ഹൃദയപൂർവ്വമായിരിക്കണം. കേവലം എന്തെങ്കിലും ലക്ഷ്യം ലാക്കാക്കിക്കൊണ്ടായിരിക്കരുത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 22-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നാം കാണുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി, നിർവ്യാജമായ എന്നുള്ള പദം. അപ്പോൾ നിർവ്യാജമായ എന്ന് വെച്ചാൽ കപടമില്ലാത്ത എന്നുള്ളതാണ്. കപടമില്ലാത്ത. പൗലോസും ഇതേ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം.
അപ്പോൾ നമ്മുടെ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കും? അന്യോന്യമുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ധാരയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. അവിടെ പൗലോസ് ഉപയോഗിച്ച പ്രയോഗം നിർവ്യാജമായിരിക്കണം എന്നുള്ളതാണ്. നിർവ്യാജം, കപടമില്ലാത്തതായിരിക്കണം. ദാവീദും അത് ആഗ്രഹിച്ചിരുന്നു. പഴയ ഈ ഭക്തന്മാർക്കൊക്കെയുള്ള വലിയൊരു വാഞ്ചയായിരുന്നു അത്. കപടമില്ലാത്ത അതരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപടത, ഒരു അഭിനയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ നിന്ന് വരുന്ന സ്നേഹപ്രകടനങ്ങൾ അത് കർത്താവ് ആഗ്രഹിക്കുന്നതല്ല. നമ്മിൽ നിന്ന് വരുന്ന സ്നേഹം കപടതയില്ലാത്തതായിരിക്കണം, നിർവ്യാജമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ശ്രദ്ധയോടെ ആയിരിക്കണം എന്നുള്ളതാണ്. ശ്രദ്ധയോടെ ആയിരിക്കണം. അത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത് 22-ാം വാക്യത്തിൽ തന്നെ ഉള്ള ആ ക്രിയാപദമാണ്. ഉറ്റു സ്നേഹിക്കുവിൻ. സ്നേഹിക്കുവിൻ, സ്നേഹിക്കുവിൻ എന്നുള്ളത് അത് പ്രസൻറ്റ് ടെൻസിലായ വെർബാണ്, ക്രിയാപദമാണ്, വർത്തമാനകാല ക്രിയാപദമാണ്. അപ്പോൾ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ പീരീഡിൽ നമുക്ക് കർത്താവ് അവൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഈ സമയത്തിൽ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഒരു പ്രമാണമാണിത്. അപ്പോൾ അത് ശ്രദ്ധയോടെ ചെയ്യണം. അതിൻ്റെ ഗൗരവം ആ ഉള്ള അളവിൽ ഈ പ്രമാണം തന്ന കർത്താവ് എത്ര ഗൗരവത്തോടു കൂടെയാണോ തന്നിരിക്കുന്നത് അതേ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാം ഇത് ചെയ്യണം എന്നാണ് ഇവിടെ ശ്രദ്ധയോടെ ഇരിക്കണം എന്നുള്ള പദം കൊണ്ട്, കുറിപ്പ് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. ഇവിടെ നാം ഈ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ, തിരുവെഴുത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഒരു ഡസനിലധികം തവണ അന്യോന്യം സ്നേഹിക്കണമെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, തിരുവെഴുത്ത് പഠിക്കുമ്പോഴുള്ള ഒരു പ്രമാണമാണ് ആവർത്തനം പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു ഡസനിലധികം, അപ്പോൾ ആ വാക്യങ്ങളൊന്നും വിചിന്തനം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഒരു ഡസനിലധികം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇത്ര പ്രാധാന്യത്തോടുകൂടെ തിരുവെഴുത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നാം എത്ര ശ്രദ്ധാലുക്കളായിരിക്കണം ഈ പ്രമാണം നിവർത്തിക്കുവാൻ എന്നുള്ളതാണ് ഇവിടെ ഞാൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഞാനിപ്പോൾ ഈ ഒരു ദിവസം ഈ നാളുകളിൽ വായിക്കും. സ്കൂളിൽ ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വെറുതെ ഓരോ ഗോസിപ്പുകളൊക്കെ പറഞ്ഞിങ്ങനെ സ്റ്റാഫ് റൂമൊക്കെ വികലമായി തീരും. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ തന്നെ ഫ്രീ ടൈമിൽ അവർ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം അനുസരണത്തിന് പകരം അനുസരണം മാത്രം എന്നുള്ളതാണ്. നമ്മുടെ സഭാവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല അത് എഴുതിയിരിക്കുന്നത്. അനുസരണത്തിന് പകരം അനുസരണമാണ്. അതിൽ താൻ എഴുതിയിരിക്കുന്നത് ഒരു രണ്ടാമത്തെ തൻ്റെ ആ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തിരുവെഴുത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള അനേക സത്യങ്ങളുണ്ട്, വിശ്വസിക്കുവാനുള്ള അനേക സത്യങ്ങളുണ്ട്. എന്നാൽ തിരുവെഴുത്തിൽ അനുസരിക്കുവാനുള്ള അനേക പ്രമാണങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ ദൈവജനം വിശ്വസിക്കുവാനുള്ള സത്യങ്ങളെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ അനുസരിക്കുവാനുള്ള സത്യങ്ങൾ കൂടെ വിശ്വസിച്ചുകൊണ്ട് അതാണ് അനുസരണം എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ ജീവിക്കുന്നു എന്നാണ് താനത് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് അതിനെ അദ്ദേഹം കോട്ട് ചെയ്തത് ഈ വാക്യം, ഈ പ്രയോഗമാണ്: ഉറ്റു സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസമായി മാത്രം നിൽക്കേണ്ട ഒരു സത്യമല്ല. അത് പൗലോസിൻ്റെ ഭാഷ കടമെടുത്താൽ വിശ്വാസത്തിൻ്റെ അനുസരണം കാണിപ്പാൻ എന്നുള്ള പ്രയോഗം പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയും നമുക്കത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേറെ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഇങ്ങനെയാണ്: തൃത്വം എന്ന് പറയുന്നത് അത് നാം വിശ്വസിക്കണം. അതിൻ്റെ നിഗൂഢ തലങ്ങളൊക്കെ ചെയ്യാൻ പോയാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയിൽ സാധിക്കുകയില്ല. അത് വിശ്വസിക്കേണ്ട ഒരു സത്യമാണ്. എന്നാൽ അന്യോന്യം ഉറ്റു സ്നേഹിക്കുക എന്ന് പറയേണ്ടത് കേവലം വിശ്വാസമായി മാത്രം ഇരിക്കേണ്ടതല്ല, അത്
അതൊരു പ്രവൃത്തിയായിട്ട് വരേണ്ടതാണ്. അപ്പോൾ പ്രവർത്തിക്കേണ്ട അനേക സത്യങ്ങൾ വിശ്വാസമായി മാത്രം, അതായത് തൃത്വം വിശ്വസിക്കുന്നത് പോലെ മാത്രം ഇരിക്കുകയും, എന്നാൽ നാം പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യാതെ കേവലം ഗ്രഹിക്കുന്ന അളവിൽ മാത്രം ഇരിക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിൻ്റെ ഒരു വലിയ പരാജയമാണ്, മറഞ്ഞിരിക്കുന്ന ഒരു പാപമായിരിക്കാം എന്നുള്ള ധ്വനിയിലാണ് താൻ അവിടെ അത് രേഖപ്പെടുത്താനിടയായിട്ട്. ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരുന്നതും ഞാനത് വായിക്കുന്നതും സമാന്തരമായി പോയതുകൊണ്ട് ഞാനത് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അപകടം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് അദ്ദേഹം അതിലെഴുതിയിരിക്കുന്നൊരു ഉദാഹരണം എന്താണെന്നറിയാമോ? ഷെയ്വ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് അദ്ദേഹം പറയുന്നത്, നമ്മൾ കണ്ണാടിയിൽ മുന്നിൽ നിന്ന് ഷെയ്വ് ചെയ്യണം. അപ്പോൾ ഷെയ്വിങ് ക്രീമൊക്കെ തേച്ചു, അത് കഴിഞ്ഞിട്ട് നാം കണ്ണാടിയിലാണ് ഷെയ്വ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. മുഖത്താണ് തേച്ചിരിക്കുന്നത്, പക്ഷേ ആ ക്രീം നാം മുഖത്തിൽ നിന്ന് നമ്മളത് തുടച്ച് കളയാതെ, അത് വൃത്തിയാക്കാതെ നാം കണ്ണാടിയിൽ ഷെയ്വ് ചെയ്യുന്നതിനോട് തുല്യമാണ് വിശ്വാസമായിരിക്കുന്ന സത്യങ്ങൾ, അല്ലെങ്കിൽ അനുസരിക്കേണ്ട സത്യങ്ങൾ വിശ്വാസമായിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നാണ് താൻ അതിനെക്കുറിച്ച് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു സത്യമാണെന്ന് എനിക്ക് തോന്നാനിടയായിട്ട് തീർന്നു. ഈ പ്രമാണം നാം കർത്താവ് ഉദ്ദേശിച്ച അതേ ശ്രദ്ധയോടുകൂടെ ഇത് പാലിച്ചിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ സഭകൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിൽ എന്നിലും നിങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള വീഴ്ചകളാണ്. കാരണം നമുക്ക് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാൻ എളുപ്പമാണ്, പക്ഷേ ആ വിരൽ ചൂണ്ടുമ്പോൾ കൂടുതൽ വിരൽ നമ്മിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നു. അപ്പോൾ കർത്താവ് വളരെ ഗൗരവത്തോട് പറഞ്ഞ കൽപ്പന, ഒരു ഡസനിലധികം തവണ തിരുവഴുത്തിലുള്ള ഈ കൽപ്പന, അതിന് കൊടുക്കേണ്ട ശ്രദ്ധ ഞാനിതിൻ്റെ ജീവിതത്തിൽ കൊടുക്കാൻ ഞാനും നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ഇവിടെ പറയാനായിട്ട്. നാലാമത്തെ ഒരു കാര്യം, ഇത് കെടാത്തതായിരിക്കണം എന്നുള്ളതാണ്. കെടാത്തതായിരിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നത് ഉറ്റു സ്നേഹിപ്പിനെന്നാണ്. ഉറ്റു സ്നേഹിപ്പിന് ഫെർവൻ്റായിട്ടുള്ള, ഫെർവൻ്റ്ലി ലവ് വൺ അനദർ എന്നാണ്. ഈ ഉറ്റു സ്നേഹിക്കണം, അതാണ് കെടാത്തതായിരിക്കണം. അല്ലെങ്കിൽ ആ വാക്കിന് മലയാള ഡിക്ഷണറി കൊടുത്തിരിക്കുന്നത് ചുറുചുറുക്കുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ചുറുചുറുക്കുള്ളത്, അതിന് അത്ലറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമായിട്ടാണ് ഈ പദപ്രയോഗം അതിൻ്റെ ഒറിജിനൽ എന്നാണ് ഒരു കമൻട്രിയിൽ വായിക്കാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ ഇത് കെട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളും അതുപോലെ പല പല പരിമിതികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ ചുറുചുറുക്ക്, ആ ഉറ്റു എന്നുള്ള ആ അവസ്ഥ, അല്ലെങ്കിൽ അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കെടാതെ സൂക്ഷിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ അവൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ട ഞാനും നിങ്ങളും ശ്രമിക്കണം എന്നുള്ളതാണ് അവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇതേ പ്രയോഗം, അതിൻ്റെ ഈ കെടാത്തതായിരിക്കണം അല്ലെങ്കിൽ ഉറ്റു എന്നുള്ള പ്രയോഗം അപ്പോസ്തല പ്രവൃത്തി 12:5 ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കുറേ ഭാഗത്തുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 12:5 ഒന്ന് വായിക്കാം. ശ്രദ്ധയോടെ എന്നുള്ള ആ പ്രയോഗം ഉറ്റു എന്നുള്ള ആ മലയാള പ്രയോഗത്തിൻ്റെ സമാനമായിട്ടുള്ള ഒരു കാര്യം. ഒന്ന് പത്രോസ് എഴുതിയ ഈ ലേഖനത്തിൽ തന്നെ താൻ ഈ പദം ആവർത്തിക്കുന്നുണ്ട്. 4:8 നമുക്കൊന്ന് വായിക്കാം. 4:8 1 പത്രോസ് 4:8. അപ്പോൾ ഈ ലേഖനത്തിൽ തന്നെ ഒരിക്കൽ കൂടെ ഈ കാര്യം ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഈ 1-ാം അധ്യായം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും പത്രോസ് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റേതായ പ്രാധാന്യത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്നേഹം കെടാതെ സൂക്ഷിക്കണം. ചുറുചുറുക്കോടുകൂടെ ഇത് പാലിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമം ആവശ്യമാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഒടുവിലായിട്ട് അതിൻ്റെ 23-ാമത്തെ വാക്യം നമുക്കറിയാം. നാം പലപ്പോഴും സ്തോത്രത്തിൽ രാജേട്ടൻ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. 23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുപോലെ 25-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിൽക്കുന്നു. ഇവിടെ സുവിശേഷം എന്നുള്ള ആശയത്തിലാണ്, ദൈവത്തിൻ്റെ ഗുഡ് ന്യൂസ് എന്നുള്ള ആശയത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തെ
സത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ജനനം എന്നുള്ള പ്രയോഗം. ആ വീണ്ടും ജനനം എന്നുള്ള സത്യമാണ് ഈ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. നമ്മെ വീണ്ടും ജനിപ്പിച്ചത് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാനായിട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് താൻ തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ആ ഒടുവിലത്തെ പ്രയോഗമാണ് ഈ ആശയം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ശിഷ്യന്മാരെന്ന്, കർത്താവിൻ്റെ ക്രൂശ് എടുത്ത് അവൻ അനുഗമിക്കുന്നവരെന്ന് ലോകം അറിയാനിടയായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, ശനിയാഴ്ച ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഈ നിർമ്മലമായ സത്യങ്ങൾ സഹോദരന്മാർ ഘോഷിക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മളത് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ ജനത്തിനത് മനസ്സിലാവുന്നില്ല? നമ്മൾ എത്രയോ പ്രാർത്ഥനയാണ്. നമുക്കറിയാം, നമ്മൾ പോയി പങ്കെടുക്കാൻ സാധിക്കാത്തവർ ആ മുന്നണി പോരാളികളെ ഓർത്ത് നാം അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പോരാടുകയാണ്. അങ്ങനെ പോരാടുന്നു. പക്ഷേ എന്തുകൊണ്ട് ഫലമുളവാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ കുറ്റമല്ല. അവർക്ക് ലഭിച്ച വെളിച്ചമനുസരിച്ച് അവർ ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷേ പ്രശ്നം കിടക്കുന്നത് നമ്മളിലാണ്. എന്താ നമ്മളിലുള്ള പ്രശ്നം? ഈ അനുദിനം ക്രൂശെടുത്ത് അനുഗമിക്കാത്തതിനാൽ തമ്മിൽ യഥാർത്ഥമായി നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ തമ്മിൽ യഥാർത്ഥമായി നമുക്ക് സ്നേഹിക്കാൻ സാധിക്കാത്തതിനാൽ നാം അവൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നാം ഇത് പ്രഘോഷിക്കുമ്പോൾ അത് വേണ്ട അളവിൽ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലും ദൈവം ഇന്നും ഈ ജീവൻ്റെ വചനം അനേകരുടെ ഉൾത്തടങ്ങളിൽ പ്രതിഫലിപ്പിക്കുവാൻ, ജനിപ്പിക്കുവാൻ, മുളപ്പിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട് എന്നുള്ളത് ഓർത്തും ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ സത്യം, ഈ അന്യോന്യമുള്ള ആ സ്നേഹം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ജനത്തോടുള്ള സ്നേഹം കർത്താവിൽ നിന്ന് നാം പ്രതിഫലിപ്പിക്കേണ്ടവരാണ് എന്നുള്ള സത്യമാണ് ഇവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഇതോടുകൂടെ ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് അതിൻ്റെ അവസാന ഭാഗം 13 മുതൽ 25 വരെയുള്ള ഭാഗത്ത് നിന്ന് ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. ഒന്നാമത്, അത് കർത്താവിൻ്റെ വരവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്, കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം അറിയുന്നതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്, കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിലൂടെ അത് സാധിക്കുമെന്നുള്ളതാണ്. ആ രീതിയിൽ കർത്താവിൻ്റെ വരവിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായും, കർത്താവിൻ്റെ പ്രയത്നത്തിൻ്റെ മഹത്വം അറിയുന്നവരായും, കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നവരായും തീരുവാൻ ഈ കേൾപ്പിച്ച ആലോചനകളാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.